ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ. ഉപമകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിനോടകം നമ്മൾ പൊതുവായിട്ട് ഉപമകളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ 2 ഉപമകൾ പരിശോധിക്കുകയും ചെയ്തു. അതിലൊന്ന് പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടയവനെ കുറിച്ചായിരുന്നു. രണ്ടാമത് വിതയ്ക്കുന്നവന്റെ ഉപമ നമ്മൾ പഠിച്ചു. ഈ ആഴ്ച പുതിയൊരു ഉപമ പഠിക്കുന്നതിനായി ആരംഭിക്കുകയാണ്. പഠിച്ച പാഠങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത് തുണിയും തുരുത്തിയും എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 27 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ 27 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ആദ്യം ആ വാക്യങ്ങൾ വായിക്കാം. അതിനുശേഷം അവൻ പുറപ്പെട്ടു. ലേവി എന്ന പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവനൊരു വലിയ വിരുന്ന് ഒരുക്കി. ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരം അവരോട് കൂടെ പന്തിയിലിരുന്നു. പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് കൊടുത്തു. യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്നുത്തരം പറഞ്ഞു. അവർ അവനോട്, യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ചു പ്രാർത്ഥന കഴിച്ചു വന്നു. പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു. നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, മണവാളൻ തോഴ്മക്കാരോട് കൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? മണവാളൻ അവരെ വിട്ടു പിരിയേണ്ടുന്ന കാലം വരും. അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞു. ആരും കോടി തുണിക്കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാലോ പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും. ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരമാറില്ല. പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വയ്ക്കേണ്ടത്. പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല. പഴയതേറെ നല്ലത് എന്ന് പറയും. ഉപമ വായിച്ചതെല്ലാം കേട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതേ ഉപമ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ, മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണാം. 3 സുവിശേഷങ്ങളിലാണല്ലോ പ്രധാനമായിട്ട് ഉപമകൾ കാണുന്നത്. അപ്പൊ അത് ചേർത്ത് കമ്പയർ ചെയ്ത് വായിക്കുന്നത് ഉപമ ശരിയായിട്ട് പഠിക്കുന്നതിന് ഉപകാരപ്രദമായിരിക്കും. നമുക്ക് ഈ പഠനത്തിൽ സുവിശേഷങ്ങളിൽ നിന്നുള്ളതും പരാമർശിക്കും. പക്ഷെ ബേസിക് ആയിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെന്ന് മാത്രം. ഇവിടെ തുണിയും തുരുത്തിയും എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെറുതെ തുണി തുരുത്തി എന്നല്ല പറഞ്ഞത്. പഴയ തുണിയും കോടി തുണിയും, അതുപോലെ തന്നെ പുതിയ വീഞ്ഞും പഴയ തുരുത്തിയും. അപ്പൊ 2 കാര്യങ്ങൾ അങ്ങനെ ചേർന്ന് പോവുകയല്ലോ എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞ പ്രധാനപ്പെട്ട ആശയം. സംതിങ് ഓൾഡ്, സംതിങ് ന്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 2 കൂടെ ചേരുമോ, എങ്ങനെയാണ് ഇത് ചേർക്കേണ്ടത് എന്ന് നമ്മൾ ഈ ഉപമ വഴി പഠിക്കാൻ ഇടയാകും. ഇതിനു മുമ്പ് നമ്മൾ ഉപമകളെ കുറിച്ച് പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഉപമ വ്യാഖ്യാനിക്കുമ്പോൾ ഒന്നാമത് കോണ്ടെക്സ്റ്റ് നോക്കണം. ഏത് പശ്ചാത്തലത്തിലാണ് ഈ ഉപമ കർത്താവ് പറഞ്ഞതെന്നുള്ളത് ആദ്യം നോക്കണം. അതല്ലാതെ പശ്ചാത്തലമൊക്കെ മറന്നേച്ച് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപമയെ കൈവിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഉപമയ്ക്ക് ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഈ ഉപമ പറഞ്ഞതെന്നുള്ള കാര്യം ഓർക്കണം. നമ്മൾ വായിച്ച ഭാഗത്താണെങ്കിൽ 5-ാം അധ്യായത്തിന്റെ 27 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ കോണ്ടെക്സ്റ്റ് ആണ്, പശ്ചാത്തലമാണ്. 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിലാണ് ഉപമ കിടക്കുന്നത്. ഒരു ഉപമയും പറഞ്ഞത് എന്ന് കണ്ടല്ലോ. അപ്പൊ അതിന് മുമ്പിൽ പശ്ചാത്തലമാണ്. പശ്ചാത്തലം കഴിഞ്ഞിട്ടാണ് ഉപമയ്ക്കകത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അവിടെ നമുക്ക് പശ്ചാത്തലവും ഉപമയും കൂടെ ചേർത്ത് പഠിച്ചെങ്കിൽ മാത്രമേ എന്താണ് കർത്താവ് ഉപമ വഴി പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചതെന്നുള്ളത് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആദ്യം ഞാൻ പശ്ചാത്തലം എന്ന് പറയാം, അതിനുശേഷം നമുക്ക് ഉപമയിലേക്ക് പ്രവേശിക്കാം. അൽഫായുടെ മകനായ ലേവി മാനസാന്തരപ്പെട്ടു. അതാണ് പശ്ചാത്തലം. അവൻ യേശുവിനെ അനുഗമിക്കാനായിട്ട് തുടങ്ങി. ആ വാർത്ത കപ്പർന്നഹൂമിലെങ്ങും പ്രചരിച്ചു. നമ്മൾ വായിച്ച വാക്യങ്ങളിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ
ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ, അതിനുശേഷം അവൻ പുറപ്പെട്ടു, ലേവി എന്ന് പേരുള്ളൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു, എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ഇതാണ് പശ്ചാത്തലത്തിന്റെ തുടക്കം. മത്തായി പറയുന്നത്, മത്തായി 9:9 യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു, എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ, പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായുടെ മകനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അപ്പൊ മത്തായി മർക്കോസും പറഞ്ഞതിനേക്കാൾ അല്പം കൂടെ കൂടുതൽ ലൂക്കോസ് പറഞ്ഞിട്ടുണ്ട്. അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇരുന്ന സ്ഥലത്ത് വന്നിട്ടാണ് കർത്താവ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞവനെ വിളിക്കുന്നത്. അപ്പൊ അവനോട് എഴുന്നേറ്റു എന്ന് മാത്രമല്ല, അതോടെ സകലതും വിട്ടു. ഇതിനു മുമ്പ് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ഒരു വള്ളവും വലയും വിട്ട് പുറപ്പെട്ടു. അപ്പൊ വിട്ടു പുറപ്പെട്ടു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ തൊഴിൽ വിട്ട് സകലവും വിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് കർത്താവിന്റെ പുറകെ പോകാനായിട്ട് തീരുമാനിച്ചത്. പ്രത്യേകിച്ച് ഒരു ചുങ്കക്കാരൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ പലതരത്തിൽ അനധികൃതമായിട്ടുള്ള പിരിവൊക്കെ നടത്തി പണം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് പോരുന്നത്. അപ്പൊ അതൊരു ന്യൂസാണ്. അതുകൊണ്ട് ആ ന്യൂസ് കപ്പർന്നഹൂമിലെല്ലാം പ്രചരിച്ചു. അവനും യേശുവിന്റെ പുറകെ പോയി അല്ലെ. അത്രയൊന്നും ഫേമസ് അല്ലാത്ത നമ്മളെല്ലാവരും കർത്താവിന്റെ പുറകെ പോയാൽ തന്നെ നാട്ടിലെല്ലാം അത് പാട്ടാകും അല്ലേ. അവനും പോയി കേട്ടോ, അവനും പോയി എന്നിങ്ങനെ പറയുകയല്ലേ. ചുങ്കക്കാരൻ പോയപ്പോൾ തീർച്ചയായിട്ടും അതൊരു ന്യൂസ് ആയിട്ട് ആ നാട്ടിലെല്ലാം പ്രചരിക്കാനായിട്ട് തുടങ്ങി. മാത്രമല്ല അവനൊരു പുതിയ പേരും കിട്ടി. പുതിയ പേരാണ് മത്തായി. ഈ പേരും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ലേവിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വീണ്ടും വരികയാണെങ്കിൽ, അവൻ സകലതും വിട്ട് എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു എന്ന് മാത്രമല്ല, 29-ാം വാക്യത്തിൽ ലേവി തന്റെ വീട്ടിൽ അവന് വലിയൊരു വിരുന്ന് ഒരുക്കി. എന്റെ സ്നേഹിതരെയൊക്കെ വിളിച്ചപ്പം ഇന്നത്തെ പോലെ രഹസ്യ മാനസാന്തരം അല്ലെന്ന് എനിക്ക് തോന്നുന്നല്ലേ. ആള് മാനസാന്തരപ്പെട്ടത് 4 ആൾ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട്. സക്കായി അങ്ങനെയായിരുന്നു. മാനസാന്തരപ്പെട്ടപ്പോൾ ഈ കാര്യം രഹസ്യമായിട്ട് വെച്ചില്ല. എനിക്ക് തോന്നുന്ന കാലം മുമ്പോട്ട് പോകുമ്പോൾ രഹസ്യ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണെന്ന് തോന്നുന്നു. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷിച്ചിരുന്ന കാലഘട്ടത്തിൽ ആരും രഹസ്യമായിട്ട് അങ്ങനെ ഇരിക്കാൻ താല്പര്യപ്പെട്ടില്ല. അതെല്ലാവരും അറിയട്ടെ, ഞാൻ യേശുവിന്റെ പുറകെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ സന്തോഷം കൂടെ വന്നപ്പോഴായിരിക്കും ലേവി എന്ത് ചെയ്തത്, ഒരു വലിയ വിരുന്ന് ഒരുക്കി. അതിനകത്ത് പങ്കെടുത്തത് ആരായിരുന്നു? അടുക്കളയിൽ നോക്കുകയാണെങ്കിൽ ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരം അവനോടുകൂടെ പന്തിയിൽ ഇരുന്നു. യേശുവിനെ വിളിച്ചോടനെ യേശു പോയി. നിങ്ങൾക്ക് അത്ഭുതമൊന്നും തോന്നില്ല, പക്ഷെ പരീശന്മാർക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അതുകൊണ്ടാണ് ഈ ഉപമ പറയേണ്ടി വന്നത്. യേശു ചുങ്കക്കാരന്റെ വീട്ടിൽ, പാപിയുടെ വീട്ടിൽ എങ്ങനെ പോയി എന്നുള്ളൊരു ചോദ്യം അവരുടെ മനസ്സിലുണ്ടായി. അവരെ വിമർശിക്കാനായിട്ട് തുടങ്ങി. ഏതാണെങ്കിലും അവനൊരു സമൂല രൂപാന്തരം ഉണ്ടായി. അവൻ കർത്താവിനെ കണ്ടെത്തി. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്ര സന്തോഷിച്ചു. അപ്പൊ ആ സന്തോഷം വന്ന ഉടനെ അദ്ദേഹം ബാക്കി സ്നേഹിതന്മാരെയൊക്കെ വിളിച്ച് ഞാനിങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വിരുന്ന് ഒരുക്കി. അപ്പൊ ആ വിരുന്നിനകത്ത് ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരം അവനോടുകൂടെ പന്തിയിലിരുന്നു. അവിടെ ചുങ്കക്കാരെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം ഇദ്ദേഹം ചുങ്കക്കാരനായിരുന്നത് കൊണ്ട് ഒത്തിരി ചുങ്കക്കാരും സ്നേഹിതന്മാരും അദ്ദേഹം ഇടപെട്ടിരുന്ന കള്ളത്തനം എഴുതിയവരും നേരെ ചെയ്തവരും ഒക്കെ കാണും. അങ്ങനെ ഒരു വലിയ സമൂഹം, പ്രൊഫഷണൽ ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക രംഗത്തുണ്ടായിരുന്നു. പക്ഷെ മറ്റും എന്നവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം മറ്റും എന്ന് പറഞ്ഞാൽ പാവികളും. അവിടെ പാവികൾ എന്നവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ മറ്റും എന്നുള്ളതിന് പാവികൾ എന്നൊരർത്ഥം ഉണ്ട്. യേശുവിന് എപ്പോഴും ആരോടാണ് താല്പര്യം? പാവികളോടല്ല. യേശു എന്തിനാണ് വന്നത്? പാവികളെ തേടിയാണ് വന്നത്. അതുകൊണ്ട് അവരിൽ അകന്നു നിൽക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ലൂക്കോസ് 15-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താ കാണുന്നത്? ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നുവെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് വീറുകൊടുത്തു. അപ്പം അവര് രണ്ടുകൂടൊന്നും ഭക്ഷിക്കാറില്ല. യേശു ഒരു ഡിഫറെന്റ് പേഴ്സൺ ആണ്. അദ്ദേഹം ചുങ്കക്കാരോടും പാപികളോടും ഒക്കെ കൂടെ ഭക്ഷിക്കുന്നു, അവരോട് സംസാരിക്കുന്നു, അവരോട് ഇടപെടുന്നു. വായിച്ച ഭാഗത്ത് ചുങ്കക്കാരും മറ്റും എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ സിന്നേഴ്സ്. അപ്പൊ ഈ പാപി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പാപികൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ഡെഫിനേഷൻ അല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഹൂദന്മാരുടെ കൂട്ടത്തിൽ ന്യായപ്രമാണത്തിന് പ്രാധാന്യം കൊടുക്കാതെ
ന്യായപ്രമാണ ലംഘികളായിട്ട് നടക്കുന്ന ആളുകൾ, അവരാണ് പാപികൾ എന്നുള്ളതോടുകൂടി ഉദ്ദേശിക്കുന്നത്. യഹൂദനെ സംബന്ധിക്കുന്നിടത്തോളം അവനെങ്ങനെ ജീവിക്കണം? ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണം. അതിനാണ് ദൈവം ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നവരെ കള്ളുകൂടിയായിട്ട് നടന്നത് കൂട്ടുകാരി നടന്നതല്ല, അത് ചിലപ്പോൾ ചെയ്ത് കാണും. അങ്ങനാണെങ്കിൽ കള്ളക്കണക്ക് എഴുതിയത് ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ന്യായപ്രമാണം ഗൗരവമായിട്ട് എടുക്കാതെ ന്യായപ്രമാണത്തെ അവഗണിച്ചുകൊണ്ട് സ്വന്തം വഴിക്ക് നടക്കുന്ന ആളുകൾ എന്നുള്ളതാണ് ഈ മറ്റു അല്ലെങ്കിൽ പാപികൾ എന്നുള്ളത് കൊണ്ട്. കാരണം യഹൂദനെ സംബന്ധിക്കുന്നിടത്തോളം യഹൂദന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവം കൊടുത്ത പ്രമാണങ്ങളാണ്. ആ പ്രമാണം അനുസരിക്കുന്നില്ലെങ്കിൽ അവനെ എന്ത് വിളിക്കും? പാപി എന്ന് വിളിക്കും. സുവിശേഷങ്ങൾ വായിക്കുകയാണെങ്കിൽ ഈ ചുങ്കക്കാരും പാപികളും എപ്പോഴും ഒരുമിച്ച് പോകുന്ന ഒരു ഗ്രൂപ്പാണ്. കാരണം ചുങ്കക്കാർ പൊതുവെ പാപികളായിരുന്നു. അതിന്റെ പശ്ചാത്തലം നിങ്ങൾ അറിയണം. റോമൻ സാമ്രാജ്യമാണ് ഭരിക്കുന്നത്. അപ്പം റോമ സാമ്രാജ്യത്തിന് പണം കിട്ടണം, അത് കരം തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കാനായിട്ട് രാജാവിനോടാണ് പറഞ്ഞിരിക്കുന്നത്. രാജാവിനെ ഇത് പിടിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ചുങ്കക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ പിരിച്ചിട്ട് ഒരു വീതം രാജാവിന് കൊടുക്കണം, മറ്റൊരു വീതം റോമൻ സാമ്രാജ്യത്തിന് കൊടുക്കണം. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതുപോലെ. അപ്പൊ ഇവർക്ക് ശമ്പളം വേണ്ടേ? അതാരും കൊടുക്കുകയില്ല. അപ്പൊ അതിനൊരു വീതം പിരിച്ചോണം. അപ്പൊ ഇതിനൊരു പ്രത്യേകിച്ച് ഒരു കളക്ഷൻ റേറ്റ് ഇല്ല. ഇത്ര പിരിക്കാവൂ എന്നൊരു കൃത്യം. എന്റെ ശമ്പളം ഇത്രയും കൂടുതൽ വേണമെന്ന് വയ്ക്കാൻ അതനുസരിച്ച് ഞാൻ പിരിക്കും. അങ്ങനെയാണ് അവർ ഇതിലേക്ക് മാറിയത്, ഈ പാവയുടെ പട്ടികയിലേക്ക്. പിരിക്കുന്നു, ജനത്തെ പിരിയുന്നു, ഒരുപാട് പണം ഉണ്ടാക്കുന്നു, പലതരത്തിൽ അതിനൊരു പ്രമാണമില്ലാതെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് ചുങ്കക്കാരും പാവികളുടെ കൂട്ടത്തിൽ അവരെ പെടുത്താൻ ഇടയായത്. ഈ ചുങ്കക്കാരും പാവികളും ഒക്കെ ഒരുമിച്ച് ഇരിക്കുന്ന സ്ഥലത്ത് അവരുടെ കൂടെ വർത്താനം പറയാനും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനും ഒക്കെ യേശു തയ്യാറായത് യേശുവിന്റെ ശത്രുക്കൾക്ക് യേശുവിനെ വിമർശിക്കാൻ ഒരു വകുപ്പായി. 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഓർക്കുന്നുണ്ടെങ്കിൽ, ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് കൊടുത്തു. അപ്പൊ യേശു അങ്ങനെ ഭക്ഷിക്കാൻ അവരുടെ കാഴ്ചപ്പാടിൽ അവർ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ യേശുവിനെതിരെ പിറുപിറുക്കാനായിട്ട് തുടങ്ങിയത്. ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം നോക്കിയാൽ, പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവരുടെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പിറുപിറുത്തു. അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് പറയുകയാണെങ്കിൽ യേശു അവകാശപ്പെട്ടത് യേശു ദൈവത്തിൽ നിന്ന് വന്ന ഒരു അധ്യാപകനാണ്, ദൈവപുത്രനാണ് എന്നാണല്ലോ. പിതാവിനെ അയച്ചു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് അവകാശപ്പെട്ട ഒരാള് പാപികളോടും അശുദ്ധരോടും ഒക്കെ കൂടെ ഇടപെടുന്നത് പരീശന്മാർക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ചുങ്കക്കാരും പാപികളും കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ, ഡിസൊബെയ്ഡ് ഗോഡ്. യേശു ദൈവത്തെ അനുസരിച്ചാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ പോയേക്കുന്ന ആരുടെ അടുക്കില്ല? ദൈവത്തെ അനുസരിക്കാത്ത ആളുകളുടെ അടുക്കിലേക്കാണ് പോയിരിക്കുന്നത്. ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഇറങ്ങി വന്ന ദൈവപുത്രൻ ഇപ്പോൾ ദൈവത്തെ അനുസരിക്കാത്ത, ദൈവവചനം അല്ലെങ്കിൽ ന്യായപ്രമാണം മാനിക്കാത്ത പാപികളായിരിക്കുന്ന ആളുകളുടെ കൂടെ പങ്കാളികളാകുന്നു. ഭക്ഷണത്തിൽ പങ്കുവയ്ക്കുന്നു, അവരോട് സംസാരിക്കുന്നു, അവരുമായിട്ട് ഇടപഴകുന്നു. ഇങ്ങനെ ഒരു ജീവിതചര്യയിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും അവര് യേശുവിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു. ഉടനെ തന്നെ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരും ഒരു ചോദ്യം ഉന്നയിച്ചു. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർക്കും ഇതുപോലെ സംശയങ്ങളുണ്ടായി. ഞങ്ങളും പരീശന്മാരുടെ ശിഷ്യന്മാരും കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥന കഴിച്ചു വരുന്നു, നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. വൈ? 2-3 പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന്, ചുങ്കക്കാരോടും പാപികളോടും ഇടപെടുന്നു. അവരാണെങ്കിൽ ഇപ്പൊ എന്ത് കഴിക്കുക? വിരുന്ന് കഴിക്കുകയാണ്. പക്ഷെ പരീശന്മാരും ശിഷ്യന്മാരും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരും ഒക്കെ അവർ ഉപവസിക്കുകയാണ്, അവർ പ്രാർത്ഥിക്കുകയാണ്. യേശു ആണെങ്കിൽ അതിന് നേരെ വിരുദ്ധമായിട്ട് ഇപ്പൊ ഉപവസിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നത് ഇവര് കാണുന്നില്ല. കാരണം മിക്കവാറും യേശു രാത്രി പ്രാർത്ഥിക്കാൻ പോകുന്നത്, അധികാരത്താണ് പോകുന്നത്. ഇവരെങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോടുള്ളതിൽ നിന്ന് അല്ലേ? അവിടെ കർത്താവ് പഠിപ്പിച്ചല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ അറിയിൽ കടന്ന്. ഇവർ ചെയ്തിരുന്നത് കർത്താവ് ചെയ്തതുപോലെ അല്ല. കർത്താവ് എപ്പോഴോ പ്രാർത്ഥിച്ചത് എപ്പോഴോ ഉപവസിച്ചത് അറിയാൻ പാടില്ല. അതൊരു ഹിഡൻ ലൈഫാണ്. ഇവരെല്ലാം പരസ്യമാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഏതാണെങ്കിലും അവരെ നോക്കുമ്പോൾ അവർക്ക് യേശു ചെയ്യുന്ന കാര്യം എങ്ങനെയാണെന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവര് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീയും നിന്റെ ശിഷ്യന്മാരും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ 2 ചോദ്യങ്ങൾ വാസ്തവത്തിൽ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അവർക്ക് യേശുവിനെ വേണ്ട തരത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് കൊടുത്താൽ അവരുടെ തെറ്റിദ്ധാരണ മാറും, അല്ലെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ മാറണം. അതിനുവേണ്ടി യേശു ഇതിന്
ഉത്തരം കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 ഇലസ്ട്രേഷൻസ് ഉപയോഗിക്കുന്നുണ്ട് യേശു. നമ്മളൊരു ഉപമ, ഇവിടെ ഒരു ഉപമയും പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒരു ഉപമയാണ് നമ്മൾ വായിച്ചതെങ്കിലും 3 ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ 3 ഇലസ്ട്രേഷൻസ് പറയുന്നുണ്ട്. അപ്പൊ അത് 3 കൂടെ നമുക്ക് എടുത്ത് പരിശോധിക്കണം. ആ 3 ഇലസ്ട്രേഷൻസും പരിശോധിച്ചാൽ യേശു അതിനകത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, യേശു എന്തിനാണ് ലോകത്തിൽ വന്നത്? ഒരു പ്രധാനപ്പെട്ട കാര്യം, വൈ ജീസസ് കെയിം, എന്തിനാണ് യേശു ലോകത്തിലേക്ക് വന്നത്? ഇവര് വിചാരിച്ചതുപോലെ എല്ലാവരിൽ നിന്നും അകന്ന് ഉപവസിച്ച് പ്രാർത്ഥന കഴിച്ച് മരുഭൂമിയിൽ ഇരിക്കാനാണോ യേശു വന്നത്? അല്ല. യേശു വന്നത് എന്തിനാണെന്ന് യേശു വ്യക്തമാക്കുന്നുണ്ട്. ഭാവികളെ രക്ഷിക്കാനായിട്ട്, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കാനായിട്ടാണ്. രണ്ടാമത്, ഇങ്ങനെയുള്ളൊരു ജീവിതചര്യ വഴി യേശു എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ജീസസ് വാണ്ടഡ് ടു അക്കംപ്ലിഷ്, അല്ലെങ്കിൽ എന്ത് നേടാനാണ് യേശു വന്നത്, എന്തിനു വേണ്ടിയാണ് വന്നത് എന്ന്, അതുവഴി എന്ത് നേടാനാണ് യേശു ഉദ്ദേശിക്കുന്നത്? ഇതാണ് അവരുടെ മുമ്പിലുള്ള തെറ്റിദ്ധാരണ. ആ തെറ്റിദ്ധാരണ തിരുത്തുന്നതിന് വേണ്ടിയാണ് യേശു 3 ഉദാഹരണങ്ങൾ പറഞ്ഞത്. നമ്മൾ ഇടയ്ക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് കൂടെ റിലേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇന്നാണെങ്കിലും യേശുവിനെ കുറിച്ചും യേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ചും ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് ഇതുപോലത്തെ തെറ്റിദ്ധാരണകൾ ഉണ്ട്. നമ്മളിപ്പം വേദോസ്തം എടുത്തു വന്നാൽ ഉടനെ പെന്തിക്കോസ്താണെന്ന് ഉറപ്പാണ് അവർ പറയുന്നത്. എന്താ പെന്തിക്കോസ്റ്റ് അവർക്ക് വളരെ പറയാൻ പാടില്ല. അങ്ങനെ കുറെ ധാരണകൾ അവരുടെ ഒക്കെ മനസ്സിലുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ലേ, ഇങ്ങനെ ചെയ്യുന്നവരല്ലേ നമ്മളോട് പറയുകയും നമ്മൾ അകന്നു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യും. യേശുക്രിസ്തുവിനെ കുറിച്ചും തെറ്റിദ്ധാരണയുണ്ട്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ കുറിച്ചും ശുശ്രൂഷകന്മാരെ കുറിച്ചും ശിഷ്യന്മാരെ കുറിച്ചും എല്ലാം ലോകത്തിന് ഒരുപാട് തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ട്. എന്നാൽ ഇത് വന്ന് അവർ മാറ്റാനായിട്ട് ശ്രമിക്കത്തുമില്ല. ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ, യേശുവിനെ പ്രഘോഷിക്കുന്ന ആളുകളെ തന്നെ നോക്കുകയാണെങ്കിൽ, ചിലര് പറയുന്നത് യേശു നല്ലൊരു മാതൃകയാണ്, യേശുവിന്റെ മാതൃക പിൻപറ്റണം. വേറെ ചില ആളുകൾ പറയുന്നത് യേശു നല്ലൊരു ഉപദേഷ്ടാവാണ്, ഒരു ടീച്ചർ, അതുകൊണ്ട് നല്ലൊരു അധ്യാപകനാണ്, അദ്ദേഹം പഠിപ്പിച്ചതൊക്കെ നമ്മൾ പഠിക്കണം. വേറെ ചില ആളുകൾ പറയുന്നത് അദ്ദേഹം ഒരു വിപ്ലവകാരിയാണ്, അതുകൊണ്ട് അദ്ദേഹം എല്ലാത്തെയും തകിടം മറിച്ചു, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ തകിടം മറിക്കാനായിട്ട് വന്ന ഒരു റെബൽ ആണ് എന്ന് പഠിപ്പിക്കുന്ന, ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട്. ഇപ്പോഴത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ പരിശോധിക്കുകയാണെങ്കിൽ യേശു വന്നത് അഭിവൃദ്ധി തരാനായിട്ടാണ്, യേശു വന്നത് കണ്ണുനീര് തുടയ്ക്കാനായിട്ടാണ്, യേശു വന്നത് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം തരാനായിട്ടാണ്, ഇല്ല, യേശു വന്നത് രോഗസൗഖ്യമാക്കാനായിട്ടാണ്. ഇങ്ങനെ ഒത്തിരി ധാരണകൾ ഓരോ സുവിശേഷ ഗ്രൂപ്പുകാരും ഓരോ ധാരണകൾ യേശുവിനെ കുറിച്ച് പരത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതെന്ന് അറിയുന്നത് നല്ലതാണ്. അപ്പൊ ഈ ഉപമ വഴി കർത്താവ് ശ്രമിച്ചത്, യേശു എന്തിനാ വന്നത്, യേശു എന്ത് നേടാനാണ് ശ്രമിച്ചത്, അത് നമുക്ക് നല്ലതായിരിക്കും. കാരണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള സംശയങ്ങൾ, ഇനി അത് ശരിയാണോ ഇത് ശരിയാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഈ ഉപമ പഠിക്കുമ്പോൾ മിക്കവാറും എന്തിനാ യേശു വന്നതെന്നും യേശു എന്ത് നേടാനാണ് ആഗ്രഹിച്ചതെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ. കാരണം ഇത് യേശു പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ നോക്കുന്നത്, വേറെ ആരും പറഞ്ഞ കാര്യം അല്ലല്ലോ. യേശുവിനെ വിമർശിച്ചത് യഹൂദന്മാരാണ്. അപ്പൊ യഹൂദന്മാര് യേശുവിനെ കുറിച്ച് ആഗ്രഹിച്ചത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, യേശു പലപ്പോഴും ഞാൻ ദൈവപുത്രനാണ്, പിതാവിന്റെ അടുത്ത് നിന്ന് വന്നു, ഞാൻ മശിഹയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അവർക്ക് മശിഹയെ കുറിച്ചൊരു സങ്കല്പമുണ്ട്, ഒരു കാഴ്ചപ്പാട്. എന്താണ് അവരുടെ മശിഹ സങ്കല്പം എന്ന് ചോദിച്ചാൽ, മിലിറ്റന്റ് കോൺകറർ, അതായത് റോമ സാമ്രാജ്യത്തെ തകർത്ത് തകിടം മറിച്ച് പുതിയൊരു സാമ്രാജ്യം സ്ഥാപിക്കുന്ന ഒരു മഹാരാജാവ്. ആ രാജാവ് ഇങ്ങോട്ട് വന്നിട്ട് കൈസറെ തകിടം മറിച്ചിട്ട് പുതിയൊരു സാമ്രാജ്യം സ്ഥാപിക്കും. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വസ്ത്രം, എല്ലാവർക്കും പാർപ്പിടം, ഇങ്ങനെ അങ്ങനെ ഒരു വാഗ്ദാനമൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് എപ്പോഴാണെന്നുള്ളത് അവര് മനസ്സിലാക്കാതെയാണ് യേശുവിനോട് അവർ പിടിച്ച് രാജാവാക്കാൻ ശ്രമിച്ചു. യേശു അങ്ങനെ ഒരു വിപ്ലവം സംഘടിപ്പിക്കും, അല്ലെങ്കിൽ എങ്ങനെയും ഈ രാജ്യത്തെ തകിടം മറിക്കും, അങ്ങനെ ഒരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് പൊതു ജനത്തിന്റെ ആഗ്രഹമാണ്. ഈ പരീശന്മാരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, പരീശന്മാര് പരിശ്രമിച്ചത് യേശു ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു, ദൈവപുത്രനാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മതപരമായിട്ട് അവരോട് ഏകീഭവിക്കണം. ആദ്യം യേശു ആരോട് കൂടണം? യേശു തീരെ കൂടാത്തത് ഈ പരീശന്മാരോടും ശാസ്ത്രിമാരോടും. അയ്യോ നിങ്ങൾക്ക് നഷ്ടം എന്നൊക്കെ പറഞ്ഞ് അവരെ വിമർശിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, കൈവയ്ക്കുന്ന ജയമായിച്ചാണ്, നിങ്ങൾ വിധവരുടെ വീടുകളെ മറച്ചു കളയുന്നു, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, ഒരുപാട് കാര്യങ്ങൾ വേറെ പറയുന്നുണ്ട്. ഇങ്ങനല്ല നിങ്ങൾ ജീവിക്കണം. അപ്പൊ അവര് നോക്കിയപ്പോൾ റോമ സാമ്രാജ്യത്തെ തകിടം മറിക്കുന്നില്ല, യഹൂദ മതത്തോട് ഏകീഭവിക്കുന്നില്ല, മതപരമായിട്ട് അവരോട് ചേരുന്നില്ല. ഇതേ പ്രശ്നം ഇന്നും ആളുകൾക്കുണ്ട്. ഇന്നും യേശുവിനെ കുറിച്ച് ഇതുപോലത്തെ പ്രതീക്ഷകളാണ് ആളുകൾക്കുള്ളത്. അങ്ങനെ യേശു അവരുടെ പ്രതീക്ഷകൾക്കൊത്ത്
ഉയരാതിരിക്കുമ്പോൾ അവര് യേശു ഒരു കാർപ്പൻ്റർ ആണെന്ന് പറയുന്നവരുണ്ട്, അല്ല യേശു ഒന്നാമത്തെ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നവരുണ്ട്. പൊതുജനത്തിൽ നമുക്ക് പല അഭിപ്രായങ്ങളാണ് യേശുവിനെ കുറിച്ച്. മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇതൊരു സംശയം ഉണ്ടെങ്കിൽ ഈ ഉപമ പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം യേശു ആരാണ്, യേശു എന്തിനാണ് വന്നത്, യേശു എന്ത് നേടാനാണ് ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാം കൃത്യമായിട്ട് ആഗ്രഹിക്കണം. വൈ ജീസസ് കെയിം ആൻഡ് വാട്ട് ഡിഡ് ഹി ഡു ആൻഡ് വാട്ട് ഹി വാണ്ടഡ് ടു അച്ചീവ്. ഈ കാര്യം നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് 3 ഉപമകൾ അല്ലെങ്കിൽ 3 ഇലസ്ട്രേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഉപമ എന്ന് പറയുന്നത് ഒരു കാര്യമുള്ളത്, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, തുണിയും തുരുത്തിയും. പക്ഷെ അത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ വേറെ 2 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ നമ്മൾ ചേർത്തെടുക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ യേശു പറഞ്ഞു. ഒന്നാമത്, ഈസ് എ ഫിസിഷ്യൻ ഹു കെയിം ഫോർ സിന്നേഴ്സ്, അല്ലെങ്കിൽ ദീനക്കാരെ സൗഖ്യമാക്കാനായിട്ട് വന്ന വൈദ്യൻ. യേശു ആരായിരുന്നു? ദീനക്കാർക്ക് സൗഖ്യം കൊടുക്കാൻ വന്ന വൈദ്യൻ, ഒരു ഡോക്ടറാണ്. ദൈവം സ്വർഗത്തിൽ നോക്കിയപ്പോൾ ഇവിടെ ഒത്തിരി രോഗികളെ കണ്ടു. എന്ത് രോഗം? പാപം എന്ന രോഗം. അപ്പൊ അതിന് പരിഹാരം കൊടുക്കാനായിട്ടാണ് അവിടെ യേശു അതല്ലേ പറഞ്ഞത്. 31-ാം വാക്യം, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത്. ഞാനൊരു വൈദ്യനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആളുകൾ രോഗാതുരരാണ്. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് അനീതിയുള്ള ആളുകളെ, പാപികളെയാണ് കാണുന്നത്, നീതിമാന്മാരെ അല്ല കാണുന്നത്. അതുകൊണ്ട് ഇവിടെ ഒത്തിരി നീതിമാന്മാരുണ്ട്, പരീക്ഷന്മാരെ ഉദ്ദേശിച്ചായിരിക്കും സ്വയം നീതിക്കാര്. നിങ്ങളെല്ലാം കൂടെ പൂർത്തിവെക്കാനല്ല ഞാൻ വന്നത്. പിന്നെന്തിനാണ്? പാപികളെ. യേശു എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ അവന്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നു. അപ്പൊ അതിനാണ് ഞാൻ വന്നത്. ക്ലിയർ ആയിട്ട് യേശു വ്യക്തമാക്കി. ഈ പറഞ്ഞ കാര്യം മത്തായിലും മർക്കോസിലും ഉണ്ട് കേട്ടോ. മത്തായി 9:12-13 വാക്യങ്ങളിലും മർക്കോസ് 2:17 ഇതേ കാര്യം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത് യേശു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈസ് എ ബ്രൈഡ്ഗ്രൂം ഹു കെയിം ടു ബ്രിങ് ജോയ്. താൻ സന്തോഷം നൽകാനായിട്ട് വന്ന ഒരു മണവാളനാണ്. ഉപവാസത്തിന്റെ കാര്യം ചോദിച്ചപ്പോഴാണ് അത് പറഞ്ഞത് അല്ലെ. എന്തുകൊണ്ട് നിന്റെ ശിഷ്യൻ ഉപവസിക്കുന്നില്ല, കൂടെ ഉപവസിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചോദിച്ചതിന്റെ മറുപടിയായിട്ടാണ് 34-ാം വാക്യത്തിൽ, മണവാളൻ തോഴ്മക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? മണവാളൻ അവരെ വിട്ടുപിരിയുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. മണവാളൻ എന്നുള്ള ഒരു ആശയം. ഒന്നാമത് വൈദ്യൻ, രണ്ടാമത് മണവാളൻ. യേശു ആരാണ്? യേശു എന്തിനാ വന്നത്? യേശു എന്ത് നേടാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു വൈദ്യനാണ്, ഒരു മണവാളനാണ്. ഈ മൂന്നാമതായിട്ട് പറഞ്ഞ കാര്യമാണ്, അവൻ രൂപാന്തരപ്പെടുത്തുന്നവനാണ് അല്ലെങ്കിൽ പുതുതാക്കുന്നവനാണ്. പഴയതിനെ നന്നാക്കുകയല്ല, പുതിയത് സൃഷ്ടിക്കുക. ഈസ് എ ട്രാൻസ്ഫോമർ, രൂപാന്തരം നൽകുന്നവനാണ്. ഈ കെയിം ടു ബ്രിങ് ദ ന്യൂ. പഴയതിനെ ഒന്നും നന്നാക്കാൻ വന്നതല്ല, മനസ്സിലായോ? പഴയ തുരുത്തി ഒന്ന് നന്നാക്കുക, അല്ലെങ്കിൽ പഴയ തുണി കീറിപ്പോയി അപ്പൊ ഒരു പുതിയ കഷ്ണം വെച്ച് തയ്ച്ച ഒന്ന് നന്നാക്കാം, അതിനൊന്നല്ല. അങ്ങനെ ആരും സംഭവിക്കും. ആദ്യം കാണുമ്പോൾ കുഴപ്പം, അലക്കുമ്പോൾ തയ്ച്ചു വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കും. പക്ഷെ ഒരു അലക്ക് കഴിയുമ്പോഴത്തേക്ക് ഈ 2 തുണി തമ്മിൽ ഒന്ന് ഷ്രിങ്ക് ചെയ്തെങ്കിൽ മറ്റൊരു തിരിച്ചു പോയത് അത് ചെയ്തില്ല. തുരുത്തി വീഴും അങ്ങനെ തന്നെയാണ്, ഇത് പൊളിഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് പരിപാടിക്ക് വന്നതല്ല. ഇവിടെ പഴയ ന്യായപ്രമാണമൊക്കെ ഉണ്ട്, പഴയ ആചാരങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് തട്ടിക്കൂട്ടി ഒന്ന് ശരിയാക്കി കൊടുത്തേക്കാം. അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ പറഞ്ഞാൽ ഞങ്ങൾ മാറ്റാം. പക്ഷെ സമൂലമായിട്ട് മാറ്റാൻ പറഞ്ഞാൽ അത് നടക്കത്തില്ല. കാരണം അവരതിനകത്ത് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ആയിട്ട് പുരോഹിതനായിട്ടും മഹാപുരോഹിതനായിട്ടും അവരെ അങ്ങാടിയും അങ്ങനെയൊക്കെ അല്പമൊക്കെ വേണേൽ കുറയ്ക്കാം. ഇത്രയൊന്നും പറ്റുന്ന അല്പമൊക്കെ വേണേൽ കുറയ്ക്കാം. പക്ഷെ ഇത് ഒട്ടും പറ്റിയാലെന്ന് പറഞ്ഞാൽ എങ്ങനെ? പുരോഹിതന്മാരെ വേണ്ട, എല്ലാവരും പുരോഹിതന്മാരാണെന്ന് പറഞ്ഞിട്ട് മേക്കിംഗ് എവറിഥിങ് ന്യൂ. ട്രാൻസ്ഫോം കംപ്ലീറ്റ് ആയിട്ട് രൂപാന്തരപ്പെടുത്താനായിട്ട് വന്നതാണ്. ഇപ്പൊ മിക്കവാറും ക്രിസ്ത്യാനികളുടെ ഒരു പ്രോബ്ലം അതാണ്. പ്രത്യേകിച്ച് പല സഭകളിലൊക്കെ ജനിച്ചവരായിരുന്നു, ഒന്നും നന്നായി ക്രിസ്ത്യ വിദ്യാഭ്യാസം വഴി ഒന്ന് നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. ഞാൻ ദിവസം അവരോട് പറഞ്ഞു. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നത്? ഞങ്ങളിത് കേട്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കേട്ട് നന്നാകുന്നതല്ല യേശുക്രിസ്തു പറഞ്ഞത്. യേശുക്രിസ്തു പറഞ്ഞത് പുതുതായി ജനിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് എന്റെ കൈ പുറത്ത് വന്നിട്ടുണ്ട്, 1 കൊല്ലം കഴിഞ്ഞിട്ട് കാല് പുറത്ത് വരും. അങ്ങനെയാണ് ജനിക്കുന്നത്. ഇറ്റ് ടേക്സ് ഓൺലി ഫ്യൂ സെക്കൻഡ്സ് അല്ലേ? സിസേറിയനാണെങ്കിലും നാച്ചുറൽ ആണെങ്കിലും ഡെലിവറി എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യം. അവര് 5 കൊല്ലം കൊണ്ട് നടക്കുന്നതാണോ? 9 മാസം തന്നെ മതി. അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഗർഭിണിക്ക് പ്രസവവേദന വരുന്നു, പെട്ടെന്ന് പുതുതായി ജനിച്ച് ഒരാളെ പുതുതാക്കാനായിട്ടാണ് യേശു വന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ഏറ്റവും നല്ലൊരു പ്രതിനിധിയാണ് നിക്കോഡിമോസ്. അദ്ദേഹത്തോട് പറഞ്ഞു കൊള്ളാം,
നിക്കോദെമോസിനെ കുറിച്ച് യാതൊരു നെഗറ്റീവ്സ് നമ്മൾ എങ്ങും വായിക്കുന്നില്ല. യേശുവിന്റെ മുമ്പ് നീ പുതുതായി ജനിക്കണം, ഇല്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണാനും ഒക്കെയല്ല, കടക്കാനും ഒക്കെയല്ല. യു മസ്റ്റ് ബി ബോൺ അഗെയിൻ. ഒരു ദാക്ഷിണ്യം ഇല്ലാതെ നീ തീർച്ചയായിട്ടും പുതുതായി ജനിക്കണം. എല്ലാத்தைയും പുതുതാക്കാനായിട്ടാണ് യേശു വന്നത്. വൈദ്യനാണ്, മണവാളനാണ്, എല്ലാத்தைയും പുതുതാക്കുന്നത്. വൈദ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് രോഗികളുണ്ട്, അതുകൊണ്ട് അവർക്ക് സൗഖ്യം കൊടുക്കാനായിട്ട്. മണവാളൻ എന്ന് പറഞ്ഞപ്പോൾ മണവാളൻ സന്തോഷം കൊണ്ടുവരുന്നവനാണ്. കല്യാണ വീട്ടിൽ നമ്മളെ പോലെ അല്ല, എങ്ങനെ ഇടിച്ചു കയറി ഒരു വീട് കഴിച്ചു പോരുന്ന കല്യാണമല്ല യഹൂദന്മാരുടെ കല്യാണം. അതുകൊണ്ട് മണവാളൻ വരുമ്പോൾ ആർപ്പുവിളിയൊക്കെ ഉണ്ട്. അതായത് സന്തോഷ സന്ദർഭമാണ്. അപ്പം മണവാളൻ സന്തോഷം കൊണ്ടുവരുന്നവനാണ്, അതുപോലെ തന്നെ അവൻ രൂപാന്തരപ്പെടുത്തുന്നവനാണ്. ഈ 3 കാര്യങ്ങളാണ് ഈ 3 ഉദാഹരണങ്ങൾ വഴി യേശു വ്യക്തമാക്കിയത്. അപ്പൊ ഈ ഉപമ പഠിക്കുമ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങളും നോക്കാനും. പിന്നപ്പോ നമ്മളെ എടുക്കുന്നത് വൈദ്യൻ. ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് ഫസ്റ്റ് പാർട്ട്. ലേവിയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ലേവി മാനസാന്തരപ്പെട്ടു, മത്തായിയായി, തൊഴിലൊക്കെ ഉപേക്ഷിച്ചു. 28-ാം വാക്യം, അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവനൊരു വലിയ വിരുന്നൊരുക്കി. ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരം അവരോടുകൂടെ പന്തിയിലിരുന്നു. പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവരുടെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പിറുപിറുത്തു. യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ പാപത്തിന് പരിഹാരം വരുത്തുന്ന ഒരു വൈദ്യൻ. രോഗികൾക്ക് വൈദ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ രോഗം പാപമാണെന്നുള്ളത് വ്യക്തമാണല്ലോ. ഈസ് എ ഫിസിഷ്യൻ ഹു കെയർ ഫോർ സിന്നേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പരീശന്മാര് എന്തുകൊണ്ടാണ് പെട്ടെന്ന് യേശുവിന്റെ പ്രവൃത്തി കണ്ടപ്പോൾ വിമർശിക്കാനായിട്ട് തുനിഞ്ഞത്? യേശു പാപികളോടും ചുങ്കക്കാരോടും കൂടെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ചുങ്കക്കാരും പാപികളും കപ്പർന്നഹൂമിലെ പ്രമുഖരല്ല. പലർക്കും ആഗ്രഹം അവര് പ്രമുഖന്മാരോടുകൂടെ ഭക്ഷണം കഴിക്കാനും, അല്ലെ, അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും. കാരണം അങ്ങനെ പോയിട്ട് കാര്യമുള്ളൂ. ചുങ്കക്കാരും പാപികളും എന്ന് പറയുമ്പോൾ ചുങ്കം പിരിച്ചവർ കുറെ പണമൊക്കെ ഉണ്ടാക്കിയെങ്കിലും they don't belong to the upper crust of കപ്പർന്നഹൂം. കപ്പർന്നഹൂമിലെ പ്രമുഖന്മാരല്ല ഇവര്. പ്രമുഖന്മാരായിട്ടുള്ള ആളുകളൊക്കെ പള്ളിയിൽ പോകുന്നവരും ന്യായപ്രമാണം അനുസരിക്കാൻ ശ്രമിക്കുന്നവരും ഒക്കെ ആയിരുന്നു. ഈ പാപികൾ എന്ന് പറഞ്ഞപ്പോൾ ന്യായപ്രമാണ ലംഘികളാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ന്യായപ്രമാണ ലംഘികളെ പള്ളിയിൽ അവരെ അത്ര എന്റർടൈൻ ചെയ്യുകയല്ല, നമുക്ക് പള്ളിയോട് വലിയ താല്പര്യം ഉണ്ടാകുകയല്ല. അവര് പാചാരികളെ പോലെ, അധികൃതരെ പോലെ കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ അവരുടെ കൂടെ എന്തിനാണ് നീ പോയിരുന്നുള്ളതാണ്. ആർക്കും വേണ്ടാത്ത അവഗണിക്കപ്പെട്ട ഒരു സമൂഹം എന്ന് പറയാം. അപ്പൊ അവരുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ, ഈ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിന് യഹൂദന്മാരുടെ വലിയ മീനിങ് ഉണ്ട്. 2 കാര്യങ്ങളെങ്കിലും അതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. when you eat together with them, അവരുടെ കൂടെ ചേർന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉടമ്പടി ചെയ്യുന്നതിന് തുല്യമാണ്. ഷെയറിങ് എ മീൽ, അതായത് നമ്മൾ അവർ തമ്മിൽ ഒരു ഉടമ്പടി, ഒരു ബന്ധം സ്ഥാപിക്കാമെന്നാണ്. ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഒരു കർത്തൃമേശ ഏർപ്പെടുത്തിയിട്ട് പോയത്? അതിനകത്ത് നമുക്കൊരു കവനന്റ് റിലേഷൻഷിപ്പ്. കർത്താവ് നമ്മളുമായിട്ടൊരു പുതിയ നിയമത്തിന്റെ രക്തം, ഒരു കവനന്റ് റിലേഷൻഷിപ്പ്. കർത്താവിനോട് മാത്രമല്ല, കർത്താവിനോടുള്ളതുപോലെ തന്നെ ഈ മീൽ പങ്കെടുക്കുന്ന ആളുകളുമായി. നാം എല്ലാവരും ഒരപ്പത്തിന്റെ അംശികളായതുകൊണ്ട്, അല്ലെ, നാം ഒരേ സ്വഭാവമുള്ള ഒരു ശരീരത്തിന്റെ ഭാഗമാണ്. ഒരു കവനന്റ് റിലേഷൻഷിപ്പാണ് ദൈവത്തോടും മനുഷ്യരോടും. അലൈസ് ആൻഡ് ഫ്രണ്ട്സ്, സഹോദരി സഹോദരന്മാരെ പോലെ. അപ്പൊ അതേ ആശയം ഈ ഊണ് കഴിക്കാൻ പോകുമ്പോഴും ഉണ്ട് വീട്ടിലൊക്കെ. നമ്മളങ്ങനെയാണല്ലോ, നമ്മളൊരു മീലിലൊക്കെ വിളിക്കുകയാണെങ്കിൽ അവരോട് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ പോകുന്നത്. ഒരു കമ്മിറ്റ്മെന്റും ഇല്ലെങ്കിലോ അങ്ങനെ പോയിട്ട് കാര്യമില്ല, അത് ഞാൻ പിന്നെ പറഞ്ഞോളാം, നമ്മൾ രക്ഷപ്പെടും. അതേസമയം നമുക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളാണ് നമ്മളെ കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു സദ്യയിലോ വിളിക്കുന്നതെങ്കിൽ നമ്മള് എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും, സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും, ഓഫീസിന്റെ ഇടയ്ക്കുന്നാണെങ്കിലും ഇറങ്ങി പോയിട്ടാണെങ്കിലും പങ്കെടുക്കുക മാത്രമല്ല, അതിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് കൈയൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകുന്നത്, ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെ വരുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ പ്രതിബദ്ധത കാണിക്കാനായിട്ട്, അല്ലേ, നമ്മൾ അവരോട് അലൈഡാണ്, അവരുടെ ഫ്രണ്ടാണ്, നമ്മൾ അവരുടെ കൂടെ ഉണ്ട്, അവരോട് നല്ലൊരു സ്നേഹബന്ധമാണ്. ഇത് തന്നെയാണ് കർത്തൃമേശയിൽ. കർത്തൃമേശയിലും നമ്മൾ കർത്താവിനോടും സഹോദരി സഹോദരന്മാരോടും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഒരു ഉടമ്പടി ഉണ്ട്. ഈ പരീശന്മാര് അതിഥികളെ നോക്കിയപ്പോൾ
ഈ അതിഥികളുടെ കൂട്ടത്തിൽ, ഈ വിരുന്നിലിരിക്കുന്ന അതിഥികളെ നോക്കിയപ്പോൾ അവരുടെ കൂട്ടത്തില് പാപികളെ കണ്ടു. അതാണ് അവരെ ഒഫൻഡ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യം. കാണാൻ പാടില്ലാത്ത പാപികളെ കണ്ടു. കാരണം അവർക്ക് പാപികളുമായിട്ട് ബന്ധമില്ല, സമ്പർക്കമില്ല, ബന്ധപ്പെടാൻ താല്പര്യവുമില്ല. കാരണം ഇവര് പരിശുദ്ധന്മാരാണ്. അപ്പൊ നമ്മളിനി യേശുവിനെയും പരീശന്മാരെയും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പരീശന്മാരെ പാപികളെ എപ്പോഴും ചെയ്യുന്ന ആള്, അകറ്റി നിർത്തുന്ന ആളുകൾ. യേശു പാപികളെ ആകർഷിച്ചടുപ്പിക്കുന്ന ആള്. എല്ലാവരും എന്റെ അടുത്ത് വന്ന്, പാപികൾ, അധ്വാനിക്കുന്നവർ, ആരും ചുമക്കുന്നവർ എല്ലാം എന്റെ അടുക്കൽ വരട്ടെ. പാപികളെ ആകർഷിച്ച് അതിലേക്ക് അടുപ്പിക്കണം. അപ്പൊ അത് ഇവിടെ അവര് വരണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ. അപ്പൊ അവർക്ക് ആദ്യം ഈ ഇത് റബിയാണ്, യേശു റബിയും കൂടി ആയതുകൊണ്ട് അങ്ങോട്ട് ചെല്ലാമോ എന്നൊരു മടി കാണിച്ചപ്പോൾ കർത്താവിന്റെ അടുത്തേക്ക് വരെ ഇവർക്കൊരു മടി തോന്നിയപ്പോ ഇതെന്താ അങ്ങോട്ട് ഇല്ല. പക്ഷെ പരീശന്മാരാവുന്നതാണ് കഴിയുന്നത്. അപ്പൊ പരീശന്മാരും യേശു തമ്മിലൊരു ബേസിക് ഡിഫറൻസ് ഉള്ളത് എന്താണെന്ന് ചോദിച്ചാല് റിപ്പല്ലിങ് ആൻഡ് അട്രാക്ടിങ് എന്ന് പറയുന്നത്. ഈ കാന്തത്തിന് പ്രത്യേകതകളില്ല. ചിലത് അട്രാക്ട് ചെയ്യും, ചില ബോളുകൾ അട്രാക്ട് ചെയ്യും, ചിലത് വന്നാല് അത് റിപ്പൽ ചെയ്യും, അകറ്റിക്കളയും. അപ്പം പരീശന്മാര് പാപികളെ അകറ്റി നിർത്തുമ്പോൾ യേശു പാപികളെ അടുപ്പിച്ച് നിർത്തുക, ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഓർക്കുന്ന നല്ലതാ. ലൂക്കോസ് 15:1-2. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. കാരണം പരീശന്മാരെ പോലെ അത് കുറച്ച് കഴിഞ്ഞ് പറയുന്നുണ്ടല്ലോ, ഇവന്റെ ഉപദേശം പരീശന്മാരുടെ ഉപദേശം പോലെ അല്ല, ഞങ്ങളുടെ ശാസ്ത്രിമാരുടെ ഉപദേശം പോലെ അല്ല, അധികാരമുള്ളവനായിട്ടാണ്. ഒരു വ്യത്യാസമുണ്ട്. അവന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളാണ്, ഒരു വ്യത്യാസം അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. അപ്പൊ മറ്റവരെ പറയാണ്, ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് വീടുകൊടുത്തു. അപ്പൊ പരീശന്മാരുടെ കയ്യില് നഷ്ടപ്പെട്ട ഒരു പാപിയെ കൊണ്ട് കൊടുത്താൽ പാപിക്ക് ഒരു പ്രത്യാശ സന്ദേശം നൽകാൻ അവന്റെ ഇല്ല. പാപിയോട് നിന്നെ രൂപാന്തരപ്പെടുത്താം, നിന്നെ ദൈവം സ്വീകരിക്കും, നിനക്ക് എന്നെ പോലെ വിശുദ്ധനാകാം എന്ന് പറയാനൊരു പ്രത്യാശയുടെ സന്ദേശം ഈ പരീശന്റെ കയ്യിൽ ഇല്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ യേശു അവൻ പ്രത്യാശ കൊടുക്കുന്നു. യേശു പറഞ്ഞത് തന്നെ എന്താ? യേശു പറഞ്ഞു, ഞാൻ വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ. ലൂക്കോസ് 19:10. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുക. എന്നിട്ട് 3 ഉപമകൾ അവിടെ പറഞ്ഞു. സമയം കിട്ടുകയാണെങ്കിൽ അത് പഠിക്കാം. കാണാതെ പോയ ആട്, കാണാതെ പോയ നാണയം, കാണാതെ പോയ മകൻ എന്നുണ്ടെങ്കിൽ പറയാം. അപ്പൊ അവിടെ കാണാതെ പോയ ആടിനെ ഇടയൻ ആടന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതല്ല. കാണാതെ പോയ നാണയം ആ സ്ത്രീ തിരയാണ്, അന്വേഷിക്കുകയാണ്. ഇതുപോലെ പാപികൾ നഷ്ടപ്പെട്ടവർ എവിടെയാണെന്നുള്ളത്, അവര് സദ്യയിലാണോ ഇരിക്കുന്നത്, അതിന് വഴിയപ്പത്താണോ ഇരിക്കുന്നത്, മനുഷ്യൻ പിടിക്കുന്നവരാണോ ഇരിക്കുന്നത്, ഒരു മനോഹരിലാണോ, എവിടെയെന്ന് വെച്ചാൽ അവിടെ തിരയാണ് യേശു അല്ലേ. കാണാതെ പോയതിനെ തിരഞ്ഞ് അവരെവിടെ ഉള്ളത് എന്ന് വെച്ച് മറ്റവരെ ഇവരെ അകറ്റുകയാണ്. പാപികൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾക്ക് ഒരു പ്രത്യാശയുടെ വചനം തരാനില്ല, ഞങ്ങൾ പരിശുദ്ധന്മാരാണ്, ഞങ്ങളുടെ വിശുദ്ധിയും കൂടെ നിങ്ങൾ കളയരുത്. നമ്മുടെ കൂട്ടത്തിൽ നമ്മളുള്ളവരോട് പോകും. നിങ്ങളോട് ഇടപെട്ട് കഴിഞ്ഞാൽ ഇൻട്രോവേഴ്സ് ആണ്, നിങ്ങളോട് ഇടപെട്ടാൽ ഞങ്ങളുടെ വിശുദ്ധി കൂടെ പോകും, ദയവായിട്ട് മാറിപ്പോകും. അങ്ങനെയല്ല, നമ്മുടെ വിശുദ്ധി അങ്ങനൊന്നും പോവുകയില്ല. പാപികളെ കാണാതെ പോയതിനെ തിരഞ്ഞ് അവരെ രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ യേശു ഈ ജനനദിയെ കണ്ടപ്പോൾ അവരെ എങ്ങനെ കണ്ടത്? പരീശന്മാര് കണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹോപ്പ്ലെസ് ഔട്ട്കാസ്റ്റ്, പുറന്തള്ളപ്പെട്ട പുറജാതികൾ, ഇവരുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ ക്രിമിനൽസ് ഹൂ നീഡഡ് എ ജഡ്ജ്, അതായത് ഇവര് ന്യായപ്രമാണമൊന്നും അനുസരിക്കാത്ത ആളുകളാണ്. അപ്പൊ അവർക്ക് എന്താ കൊടുക്കേണ്ടത്? പണിഷ്മെന്റ് കൊടുക്കണം. ഒരു ന്യായാധിപതി വേണം. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ന്യായം വിധിക്കാൻ പീഠങ്ങളിൽ ഇരിക്കുന്നു. അപ്പൊ അവര് ന്യായം വിധിക്കാനായിട്ട് അവരുടെ പീഠത്തിൽ കയറിയിരിക്കാൻ ആരൊക്കെ കുറ്റം ചെയ്തു? ഇപ്പൊ തന്നെ ചെയ്യുന്നത് ഈ പ്രമാണം കൊടുത്ത യേശുവിനെ അവര് വിധിക്കാം. കണ്ടോ, നീ ചെയ്തത് ശരിയായില്ല. ഇതാണ് പരീശന്മാരുടെ മനോഭാവം. പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനോഭാവം തികച്ചും വ്യത്യസ്തമാണ്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഇവരെല്ലാം രോഗികളാണ്, ഇവരെല്ലാം അശരണരാണ്, അവർക്കൊരു വൈദ്യന്റെ ആവശ്യം. അവരിങ്ങനെ രോഗികളായി പോയത്, ഔട്ട്കാസ്റ്റ് ആയി പോയത്, അല്ലെങ്കിൽ നിയമലംഘികളായി പോയത് കാരണം കാണും. അതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ കാണും. അത് നമുക്ക് ചികിത്സിച്ച് മാറ്റാം, അവരെ സൗഖ്യമാക്കി എടുക്കാം. അല്ലാതെ അവരെ അകറ്റിക്കളയുക, അവരുമായിട്ട് യാതൊരു ബന്ധമില്ല, അവരവരുടെ വഴിക്ക് പോട്ടെ, ഞങ്ങൾ വേറൊരു വഴിക്ക്, നമ്മൾ തമ്മിൽ യാതൊരു ഇടപാടുമില്ല എന്ന് പറഞ്ഞ് അകന്ന് നിൽക്കുകയല്ല. റോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത്. 3:15 നമ്മൾ വായിക്കുന്നത്. എന്തിനാ ക്രിസ്തു വന്നത്? ക്രിസ്തുവിന്റെ പണിയെന്ന് വെച്ചാൽ നമ്മളെ ദൈവത്തോട്
അടുപ്പിക്കേണ്ടത്, നമ്മളെ ദൈവത്തോട് നിരപ്പിക്കേണ്ടത്, കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിക്കാനായിട്ട്. ഞാൻ വന്നത് പാപികളെ തേടിയാണ്, അതുകൊണ്ട് അവർക്ക് എങ്ങനെ പ്രത്യാശ കൊടുക്കാം എന്നുള്ളതാണ് എന്റെ അന്വേഷണം. അപ്പൊ അതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കർത്താവ് പറഞ്ഞത്, രോഗികൾക്കാണ് ഒരു വൈദ്യന്റെ ആവശ്യം. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രക്ഷകനെ ആവശ്യമുള്ള പാപികൾ, അതാണ് എന്റെ മീനിങ്. ഇവരെല്ലാം രക്ഷകനെ ആവശ്യമുള്ള പാപികളും, ചുങ്കക്കാരും പാപികളും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്കാര് വേണം? ഒരു രക്ഷകൻ വേണം. ആ രക്ഷകനാണ് ഈ വൈദ്യൻ എന്ന് പറയുന്നത്. അവർക്കൊരു വൈദ്യൻ, അവരെ സൗഖ്യമാക്കുന്ന ഒരു വൈദ്യനാണ് അവർക്ക് വേണ്ടത്. അല്ലെങ്കിൽ എവറി സിന്നർ നീഡ്സ് എ സേവിയർ, എല്ലാ പാപികൾക്കും ആര് വേണം? ഒരു രക്ഷകൻ വേണം. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ അവർക്ക് ന്യായവിധി കൊടുക്കണം, അവരെ അകറ്റിക്കളയണം, അവരുമായിട്ട് ഒരു ഇടപാടും പാടില്ല എന്നല്ല. എല്ലാ പാപിക്കും ഒരു രക്ഷകൻ, രക്ഷിക്കപ്പെട്ടവന് ഒരു ഇടയൻ ആവശ്യമാണ്. വൈദ്യൻ രോഗം എന്നുള്ള പറഞ്ഞ കാര്യം ചിന്തിച്ചപ്പോൾ പാപത്തെ കുറിച്ച് വേറെ പുസ്തകം പെടുത്തുന്ന ചില കാര്യങ്ങൾ, ഉപമകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, താരതമ്യങ്ങളൊന്നും പെട്ടെന്ന് നോക്കുന്നതല്ല. പല പല പിക്ചേഴ്സ് ഉണ്ട് പാപത്തിന്. അതിലൊരു പ്രധാനപ്പെട്ട പിക്ചർ എന്ന് പറയുന്നത് മാലിന്യപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ടാണ് ദാവീദ് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ 51 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളില് എന്താ പ്രാർത്ഥിക്കുന്നത്? എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണം, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണം. കണ്ടോ? എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണം, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണം. അപ്പൊ എന്തോ മാലിന്യം പറ്റി, അത് കഴുകിക്കളയാം. പാപത്തിന്റെ ഒരു ചിത്രമാണത്. മാലിന്യപ്പെട്ടു, കഴുകി വെടിപ്പാക്കേണ്ടതായിട്ടുള്ള അഴുക്ക് നമ്മുടെ ദേഹത്ത് പറ്റിയിരിക്കുന്നതാണ് അവിടെ നാം കാണുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ കാണുന്ന ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് അന്ധകാരം, ഇരുട്ട്, വെളിച്ചം, ഇരുട്ട്. യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തിൽ വിധിപ്പാനല്ല, ലോകം അവനെ രക്ഷിക്കപ്പെടുവാനത്രേ. അവനെ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ നാം വിശ്വസിക്കാതെ ന്യായവിധി വന്നു കഴിഞ്ഞു. ഇതിനൊക്കെ ശ്രദ്ധിക്കുക. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ ആ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിട്ടുകൊണ്ട് അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. അപ്പൊ സിൻ എന്ന് പറയുന്നത് ഡാർക്ക്നെസ് ആണ്, വെളിച്ചത്തെ അവർ താല്പര്യപ്പെടുന്നു. അത് കൊലോസ്യലേഖനത്തിലുണ്ട്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ലേഖനത്തിലുണ്ട്. സോ അനദർ പിക്ചർ ഓഫ് സിൻ ഈസ് ഡാർക്ക്നെസ്, അല്ലേ? പാപത്തിന് പല ചിത്രങ്ങളുണ്ട്. ഒന്ന്, മാലിന്യം പറ്റി കഴുകിക്കളയുന്ന അഴുക്കായിരുന്നു. 2, അന്ധകാരം പാപത്തിന്റെ ഒരു ചിത്രമാണ്. അവർക്ക് വെളിച്ചത്തെ താല്പര്യമില്ല. തിന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല, വെളിച്ചത്തെ ഇഷ്ടപ്പെടുന്നില്ല, അവൻ അന്ധകാരത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. വേറെ പിക്ചർ എന്ന് പറയുന്നത് ബന്ധനം, ബോണ്ടേജ് എന്ന് പറയുന്നത്. 107-ാം സങ്കീർത്തനത്തിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ 107-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ. പാവത്തിന്റെ ഒരു പിക്ചറാണ്. ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവർ. എന്താ കാരണം? ദൈവത്തിന്റെ വചനത്തോട് മത്സരിച്ചു, അത്യുന്നതന്റെ ആലോചനയെ നിരസിച്ചു, എന്നിട്ട് ഇരുളിൽ അന്ധതമസിൽ ഇരുന്നു അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടു. 14-ാം വാക്യത്തിൽ പറയാണ്, അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തുകളാം. പാപം എന്ന് പറയുന്നത് ബന്ധനം. പാപം അഴുക്കാണ്, മാലിന്യമാണ്. പാപം അന്ധകാരമാണ്. പാപം ബന്ധനമാണ്. പാപം മരണമാണ്. 2-ാം അധ്യായത്തിൽ അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്നു. കൂടാതെ പാപത്തിന്റെ ശമ്പളം മരണം. ഇങ്ങനെ പല പല പിക്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാല് നമ്മൾ നോക്കാൻ പോകുന്ന പിക്ചർ ഇതൊന്നും അല്ലാത്തതുകൊണ്ടാണ്. അതിനോട് തുല്യമായിട്ടൊരു പിക്ചറാണ് കർത്താവ് കൊണ്ടുവരുന്നത്, രോഗം. പാപത്തെ ചിത്രീകരിക്കാൻ വേദപുസ്തകം ഉപയോഗിക്കുന്ന ഒരു ഉപമയാണ്, ഒരു ചിത്രമാണ് രോഗം എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിനെ സൗഖ്യമാക്കാനാണ് ആര് വന്നത്? യേശു. ജീവനക്കാർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. പാപം രോഗമാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 1-2 വാക്യങ്ങൾ പറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. യെശയ്യാവ്
1-ാം അധ്യായത്തിന്റെ 5-6 പറഞ്ഞു. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. ഇനി യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു വാക്യമുണ്ട്. 17-ാം അധ്യായത്തിന് 9-ാം വാക്യം. യിരെമ്യാവ് 17:9. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആര്? The heart is more deceitful than all else and is desperately sick എന്നാണ് ഒരു ട്രാൻസ്ലേഷൻ. NASB desperately sick എന്നാണ്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളതാകുന്നത് എന്തുകൊണ്ടാണ്? It is desperately sick. അത് വല്ലാത്ത രോഗം ബാധിച്ചതാണ്, വല്ലാത്തൊരു രോഗമാണ്. ഈ രോഗത്തിന്റെ ഡയഗ്നോസിസ് എവിടെ കിട്ടുമെന്ന് കരുതി അല്ലെ? രോഗത്തിന്റെ ഏറ്റവും അത്യാവശ്യം എന്താണ്? കറക്റ്റ് ഡയഗ്നോസിസ് കിട്ടണം. കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് കിട്ടിയില്ലെങ്കിൽ രക്തസ്രാവക്കാരുടെ കാര്യം പറഞ്ഞത് പല വൈദ്യന്മാരെ ഏറെ ഒന്ന് സഹിച്ചു. അതെന്തുകൊണ്ട്? കറക്റ്റ് ഡയഗ്നോസിസ് ഇല്ല, കറക്റ്റ് ട്രീറ്റ്മെന്റ് ഇല്ല. അതൊന്ന് പല വൈദ്യന്മാര് ചികിത്സിച്ച് യേശുവിന്റെ അടുത്ത് പോയാലും അങ്ങനെ ഏറെ ഒന്ന് സഹിക്കേണ്ടി വരുമോ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് സിക്നസ് ഈസ് എ പിക്ചർ ഓഫ് സിൻ. ഈ രോഗം എന്ന് പറയുന്നത് പാപത്തിന്റെ ഒരു ചിത്രമാണ്. ഈ രോഗം എങ്ങനെയാണ് മനുഷ്യർക്ക് പിടിക്കുന്നത്? അണുക്കൾ ഇൻഫെക്ട് ചെയ്തിട്ടാണ്, ജേംസ് അല്ലെ? രോഗാണുക്കൾ നമ്മളെ ആക്രമിച്ചിട്ട് നമ്മളെ കീഴ്പ്പെടുത്തുന്നത് കൊണ്ടാണല്ലോ. അണുക്കൾ വഴിയല്ലേ രോഗങ്ങൾ വരുന്നത്. അതുകൊണ്ടല്ലേ മാസ്ക് വെക്കുന്നു, സാനിറ്റൈസർ ഉപയോഗിക്കുന്നു, അകലം പാലിക്കുന്നു. അതെങ്ങനെ കിടക്കുന്നത്? ഇതേ ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാണോ വരുന്നത്? കോവിഡ് പിന്നെ പിടിക്കാൻ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാണോ വരുന്നത്? പിന്നെ സൈലന്റ്ലി സീക്രട്ട്ലി, വളരെ രഹസ്യമായിട്ട്, വളരെ തന്ത്രപരമായിട്ട്, നമ്മൾ അറിയാതെയാണ്, ഒരു തരത്തിലും മനസ്സിലാക്കാത്ത തരത്തിലാണ് പലതും കണ്ടുപിടിക്കുന്ന. എത്രാമത്തെ സ്റ്റേജില്? ലാസ്റ്റ് സ്റ്റേജിൽ. അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ഇങ്ങനെ രോഗം ഉണ്ടായിരുന്നു. ഇത് വളരെ രഹസ്യമായിട്ടാണ്, വളരെ തന്ത്രപരമായിട്ടാണ് രോഗം നമ്മുടെ അകത്ത്. ഇങ്ങനെ തന്നെയാണ് ആരും പാപവും. നമുക്ക് പെട്ടെന്ന് ഇതേ ഞാൻ പാപമാണ്, ഇതിനെ കൊല്ലാൻ വന്നതാണ്, ഇതിനെ ഇരുമ്പ് ചങ്ങലേക്ക് ഇടും എന്ന് പറഞ്ഞാണ് പാപം വരുന്നത്. അങ്ങനെ നമ്മൾ ഓടി രക്ഷപ്പെട്ടെ. അങ്ങനല്ല. പാപം ഇതുപോലെ തന്നെ വളരെ സത്യം, വളരെ തന്ത്രപരമായിട്ടാണ്. എങ്ങനെ ഹൗവമ്മ എടുക്കുന്നത്? അവിടെ ചാറ്റിയും വന്നത് അല്ല. ഇതൊക്കെ തിന്നാൽ അത് എത്ര ഭംഗി, ഇതിനെ കണ്ണു തുറക്കും, ദൈവത്തെ പോലെ ആകും, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വളരെ സൂത്രത്തിലാണ്. അതുകൊണ്ട് ഈ പാപത്തിന്റെ അണുക്കൾ വളരെ രഹസ്യമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ കടന്ന് നമ്മളെ ഇൻഫെക്ട് ചെയ്തിട്ട് നമ്മളെ രോഗിയാക്കി മാറ്റിക്കളയുന്നത് എന്നറിയണം. അങ്ങനെ രോഗം നമുക്ക് ബാധിച്ചു കഴിഞ്ഞാല് ഓവർ എ പീരീഡ് ഓഫ് ടൈം വി വിൽ ഡിക്ലൈൻ. കുറച്ച് സമയത്തേക്ക് അണുക്കൾ നമ്മളെ ആക്രമിച്ച് കഴിയുമ്പോഴത്തേക്ക് ക്ഷീണം തുടങ്ങും. ഒരു ഇതുവരെ ഇല്ലാത്ത ഒരു ഉന്മേഷക്കുറവ്, ഒരു ക്ഷീണമൊക്കെ നമുക്ക് തോന്നും. ആൻഡ് ദെൻ ഒരു തകർച്ച, ഒരു വല്ലാത്ത ഫെയിലിയർ പോലൊക്കെ തോന്നും. വേണ്ട, വല്ലാത്തൊരു സ്റ്റേജ് വരുമ്പോഴേ നമ്മൾ അങ്ങോട്ട് പോകുള്ളൂ. അതുവരെ നമ്മൾ സ്വയം ചികിത്സിച്ചും പിടിച്ചു നിന്നും പലരോട് ചോദിച്ചു കുറെ കാലമൊക്കെ പോകും. ഒരു രക്ഷയില്ല, പോയി നമ്മൾ അങ്ങോട്ട് പോകുള്ളൂ, ഡോക്ടറെ അന്വേഷിച്ച് പോകുള്ളൂ. അപ്പം ക്ഷീണം, തളർച്ച, തകർച്ച, മരണം, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മളെ പിടിച്ച് അടിമത്തത്തിലാക്കുന്നത് എന്നുള്ള കാര്യം അറിയണം. മിക്കവാറും ഈ രോഗം വരുന്ന ആളുകൾക്ക് പെയിൻ ഉണ്ട്, വേദനയുണ്ട്. വേദന ഇല്ലാത്തതുമുണ്ട്. വേദന ഉള്ള രോഗങ്ങളുണ്ട്, ഒരു വേദന ഇല്ലാത്ത രോഗങ്ങളുണ്ട്. പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ട്. ഡെങ്കു ഒക്കെ വന്നതാണോ? പകരുകയായിരുന്നു. കോവിഡ് ആണെങ്കിൽ പകരുമെന്ന് പേടിയാണ്. അപ്പൊ പകരുന്ന രോഗമുണ്ട്, പകരാത്ത രോഗം ഉണ്ട്. പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. പാവത്തിനും പല മുഖങ്ങളുണ്ട്. പലതരത്തിലാണ് നമ്മളെ അപകടത്തിൽ ആക്കുന്നത്. അണുക്കളെ നശിപ്പിക്കുന്നില്ലെങ്കിൽ അണുക്കൾ രോഗിയെ നശിപ്പിക്കും. അണുക്കളെ നശിപ്പിക്കുന്നില്ലെങ്കിൽ അണുക്കൾ രോഗിയെ അല്ലെങ്കിൽ മനുഷ്യനെ നശിപ്പിക്കും. അവിടെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ജീവിക്കണം. പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. ചില രോഗങ്ങൾ പ്രകടമാണ്. രോഗം വന്നാൽ ഉടനെ ക്ഷീണമൊക്കെ നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റും. ആൾക്കറിയാം, അയലോകത്തുള്ളവർക്കറിയാം, കാണുന്നവർക്കറിയാം ചില രോഗങ്ങൾ വന്നാൽ. എന്നാൽ എല്ലാ രോഗങ്ങളും പ്രകടമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മിടുക്കിയായ പെൺകുട്ടിയെ കണ്ടു, ആശുപത്രി കിടക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്തിനാണോ നടക്കുന്നതിനെ കണ്ട് അസുഖമൊന്നുമില്ല? വെള്ളയായ പ്രത്യേകത, എനിക്ക് ലുക്കേമിയാണ്, എന്ന് മരിക്കുമെന്ന് ഡേറ്റ് കുറിച്ച് തന്നേക്കാണ്. ലുക്കേമിന് രക്താർബുദം. അപ്പൊ പെട്ടെന്ന് നമുക്ക് അസുഖമുണ്ടോ?
ഇല്ല, വളരെ സ്മാർട്ടായിട്ട് നടക്കുന്നു, വളരെ മിടുക്കിയായിട്ട് ഇരിക്കുന്നു, കുഴപ്പമൊന്നുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷെ അധികം നാള് ജീവിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ആശുപത്രി പോയി അഡ്മിറ്റ് ആവും. അങ്ങനെ ഞാൻ കാണാനല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഈ രോഗം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാം. ചുങ്കക്കാരും പാപികളും സ്പിരിച്വലി സിക്ക് അല്ലെ. ചുങ്കക്കാരും പാപികളും ആത്മീയമായിട്ട് ആരാണ്? ആത്മീയ രോഗം ബാധിച്ചവരാണ്. അവർക്കത് അറിയുകയും ചെയ്യാം. മനസ്സിലായില്ല? ചുങ്കക്കാർക്കും പാപികൾക്കും എന്തറിയാം? ഞങ്ങൾ അത്ര നല്ലവരൊന്നും അല്ല. അതുകൊണ്ടാണല്ലോ അവരെ സമൂഹം തന്നെ എന്ത് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്നോട് പറയുമ്പോൾ സാറേ ഞാൻ അത്ര നല്ലവരൊന്നുമല്ല, നിങ്ങൾ പ്രാർത്ഥനയ്ക്കൊന്നും വരാൻ ഞാൻ അത്ര വിശുദ്ധരൊന്നുമല്ല എന്ന് നമ്മളോട് തന്നെ പറയുന്ന ആളുകളുണ്ട്. ചുങ്കക്കാർക്കും പാപികൾക്കും എന്തറിയാം? അവര് പാപികളാണ്. അവരിങ്ങനെ ആത്മീയമായിട്ട് വിശുദ്ധിയിലേക്കൊന്നും പോകാനുള്ള സാധ്യതകൾ കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് അവർക്കറിയാം. എന്നാൽ പരീശന്മാര് എന്താ വിചാരിച്ചു വെച്ചേക്കുന്നത്? അവര് വിചാരിച്ചു വെച്ചേക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു രോഗവും ഇല്ല അല്ലെ, ആത്മീയമായിട്ട് ഞങ്ങൾ ഭയങ്കര ആരോഗ്യവാന്മാരാണ്, ഞങ്ങൾക്ക് യാതൊരു രോഗവും ഇല്ല എന്നാണ് അവർ കരുതുന്നത്. പക്ഷെ ഒരു കാര്യമുള്ളൂ, അവരും രോഗികളാണ്. പക്ഷെ അവർ രോഗികളാണെന്നുള്ള കാര്യം അവര് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ അകത്ത് രോഗാണുക്കൾ വളരെ അധികം കയറിയിട്ടുണ്ട്. പക്ഷെ അവർ രോഗികളാണെന്നുള്ള കാര്യം അവര് അറിയുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മതഭക്തന്മാരായിട്ടുള്ള ആളുകളും മതഭക്തി ഇല്ലാത്ത ആളുകളും ഒരേപോലെ തന്നെ പാപികളാണ്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് റോമാലേഖനം 1-ാം അധ്യായത്തില് നമ്മൾ പറഞ്ഞിരുന്നുണ്ട്. അതുകൊണ്ട് ഈ പാപത്തിന്റെ അണുക്കൾ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. ചിലരെ തിരിച്ചറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില പാപികളെ കണ്ടാലേ തിരിച്ചറിയാം, ചില പാപികളെ കണ്ടാൽ തിരിച്ചറിയാൻ ഭയങ്കര വിഷമമാണ്. ഇപ്പൊ പരീശന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവരാണ് ഇപ്പൊ വിമർശനം ഉയർത്തുന്നത്. അവരോട് തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരു രോഗമുള്ള ആളുകളല്ല, ഞങ്ങൾ ആരോഗ്യവാന്മാരാണ്. ആത്മീയമായിട്ട് ഞങ്ങൾ ആരോഗ്യവാന്മാരാണ്, ഞങ്ങൾ ഒട്ടും കുഴപ്പക്കാരല്ല. എന്നിട്ട് അവർ മത്തായിയുടെ അതിഥികളെ നോക്കുകയാണ്. ഒരു വിരുന്ന് നടക്കല്ലേ, അവരുടെ അതിഥികളെ നോക്കിയിട്ട് പറയുകയാണ്, ഇവര് മുഴുവനും രോഗികളാണ്, പാപരോഗം പിടിച്ചവരാണ്. ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തില് പരീശന്മാരും ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്ന് കുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പിറുകൊടുത്തു. യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യം ഇല്ല, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്ര മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഈ പരീശന്മാരും പാപികളാണ്, പാപികൾ ചുങ്കക്കാരെന്ന് വിളിക്കപ്പെടുന്നവരും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ വന്നതെന്നാണ് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. എല്ലാവരും പാപരോഗം ബാധിച്ചവരാണ്. വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവരുടെ രോഗം എന്തായിരുന്നു ചോദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇവര് അഹങ്കാരികളായിരുന്നു, സ്വയനീതിക്കാരായിരുന്നു അല്ലെ, പുറമേ നീതിമാന്മാര്. പക്ഷെ കർത്താവ് പറഞ്ഞല്ലോ, വെള്ളതേച്ച ശവക്കല്ലറകളെ. ഏതാണെങ്കിലും യേശു എന്തിനാ വന്നത്, യേശു ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ യേശു ഒരു വൈദ്യൻ. യേശു ഒരു വൈദ്യനായിരുന്നു. എന്തിനാ വന്നത്? വൈദ്യൻ വന്നതിന് രോഗസൗഖ്യം തരാനായിരുന്നു. നമ്മുടെ രോഗം എന്താണ്? പാപം. എല്ലാവർക്കും ഉള്ള രോഗമാണ് പാപം. അതിന് സൗഖ്യം തരാനാണ് നമ്മുടെ യേശു കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിക്കാൻ. മതഭക്തന്മാരും അല്ലാത്തവരും ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിരിക്കും. നമ്മളൊക്കെ ആ കൂടുതൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ ഒന്നാമന്മാരാണ്. കരുണ ഉണ്ടായ രോഗം ചെയ്യാം. നമ്മുടെ രോഗം ഡയഗ്നോസ് ചെയ്ത് നമ്മളെ സൗഖ്യമാക്കുവാൻ കർത്താവ് എന്നെ കാണിച്ചത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള രോഗികളെ കാണുമ്പോൾ നമുക്കൊരു സഹതാപം തോന്നിട്ട് അവരോട് പറയുന്ന ഒരു വൈദ്യനുണ്ട് അല്ലെ, എന്നെ ചികിത്സിച്ചൊരു വൈദ്യനുണ്ട്. ഈ വൈദ്യനെ പരമവൈദ്യനെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് നമുക്ക് തീരുമാനിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് സുഖസ്ഥിതാവ് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവിന്റെയും ചുങ്കക്കാരുടെയും പാപികളുടെയും ഒക്കെ സ്നേഹിതനായിരുന്നു. അവരുടെ കൂടെ കർത്താവ് ഐഡന്റിഫൈ ചെയ്യുവാനും അവരെ പാപത്തിൽ നിന്ന് മടക്കി വിശുദ്ധിയിലേക്ക് കർത്താവ് നിത്യജീവനിലേക്ക് കൊണ്ടുപോകാനൊക്കെയുള്ള കർത്താവ് കാണിച്ച ആന്തരികമായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സൗഖ്യമാക്കുന്ന വൈദ്യനും സന്തോഷം കൊണ്ടുവരുന്ന മണവാളനും കർത്താവെ സമൂലമായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന പുതുജീവൻ നൽകുന്ന കർത്താവുമായിട്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ട് നിന്നിൽ ആശ്രയിക്കാൻ, നിന്നോട് ചേർന്നിരിക്കാൻ, നിന്നോട് കൂടെ ഭക്ഷണം കഴിക്കാൻ, ആ കവനൻ മേൽ കർത്താവ് പ്രവേശിക്കുവാനായിട്ട് ഞങ്ങൾ എല്ലാവരെയും അത് സഹായിച്ചു. ആരെങ്കിലും അനുഭവത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ കർത്താവ് ഈ സർവ്വവൈദ്യനെ പരിചയപ്പെടുവാൻ സഹായിച്ചാൽ മാത്രം കർത്താവ് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണം. ആമേൻ.